നമസ്കാരം. മഹാഭാരത ഇതിഹാസത്തിൽ നിന്നും കീറിയെടുത്ത ഒരേടെന്ന് പറയാവുന്നതും സമ്പദ് സമൃദ്ധിക്കായി ജീവിക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും തിരുവേട്കളത്തിൽ പോകണമെന്ന് തിരുജ്ഞാന സംബന്ധർ പ്രസ്താവിച്ചിരിക്കുന്നതും അർജുനന് പാശുപതാസ്ത്രം ലഭിച്ച തിരുസ്ഥലമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு പാശുപതേശ്വരർ തിരുക്കോവിൽ, തിരുവേട്കളം. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കടലൂർ ജില്ലയിൽ ചിദംബരത്തിനടുത്ത് അണ്ണാമല സർവകലാശാലയ്ക്കുള്ളിൽ അണ്ണാമല നഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ, പാശുപതേശ്വരർ, പാശുപതനാഥർ എന്നീ നാമങ്ങളിലും ശ്രീപാർവതി, സദ്ഗുണാംബാൾ, നല്ല നായകി, കൃപാനായകി എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. പഞ്ചപാണ്ഡവന്മാരിൽ അർജുനന് പാശുപതാസ്ത്രം ലഭിച്ച സ്ഥലമാണിത്. കാവേരി നദിയുടെ വടക്ക് കരയിലുള്ള ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ രണ്ടാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ തിരുജ്ഞാന സംബന്ധരും തിരുനാവുക്കരശരും ഈ ക്ഷേത്രത്തിലെ ഭഗവാനെപ്പറ്റി പതികവും അരുണഗിരിനാഥർ ഇവിടുത്തെ മുരുകനെപ്പറ്റി തിരുപ്പുകളിലും പാടിയിട്ടുണ്ട്. സംബന്ധർ ചിദംബരം നടരാജരെ സന്ദർശിക്കാൻ പോകുമ്പോൾ തിരുവേട്കളത്തിൽ തങ്ങിയതായും ഈ പ്രദേശത്തെ നന്നഗർ എന്ന് പാടിപ്പുകഴ്ത്തിയതായും ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി വാഴാൻ ഒരു പ്രാവശ്യമെങ്കിലും ഭക്തർ തിരുവേട്കളത്തിൽ വരണം എന്ന് തന്റെ പതികത്തിൽ പരാമർശിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. നാരദ മഹർഷി, പഞ്ചപാണ്ഡവർ, പതഞ്ജലി, വ്യാഘ്രപാദ മഹർഷിമാർ ഇവിടത്തെ മൂലവരെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ദ്വാപരയുഗത്തിൽ പഞ്ചപാണ്ഡവന്മാർ വനവാസം അനുഷ്ഠിക്കെ കുരുക്ഷേത്ര യുദ്ധം ആവശ്യമായി വരുമെന്നും യുദ്ധം ജയിക്കാൻ ദൈവാനുഗ്രഹവും ശക്തിയുള്ള അസ്ത്രങ്ങളും അനിവാര്യമെന്നും വ്യാസമഹർഷി പാണ്ഡവരെ ഉപദേശിച്ചു. വില്ലാളി വീരൻ അർജുനൻ പല അസ്ത്രവിദ്യകളും മാനസഗുരുവായ ഇന്ദ്രനിൽ നിന്ന് ഗ്രഹിച്ചെങ്കിലും പാശുപതാസ്ത്രം ലഭിക്കാൻ ശിവഭഗവാനെ തപസ് ചെയ്യാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു. അർജുനൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ചിദംബരം തില്ലൈവനത്തിനടുത്തുള്ള വേണുവനം എന്ന മുളങ്കാടുകളായിരുന്ന ഈ പ്രദേശം തിരഞ്ഞെടുത്ത് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് നീണ്ടകാലം കൊടും തപസ് അനുഷ്ഠിച്ചു. അർജുനന്റെ തപസ്സിന് ഭംഗം വരുത്താൻ ദുര്യോധനൻ മൂകാസുരനെ പന്നിയുടെ രൂപത്തിൽ അയച്ചു. പന്നി അർജുനന്റെ മുന്നിൽ കൂടെ പലവട്ടം ഓടി തപസ്സിളക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതേസമയം ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ശിവപാർവതിമാർ ഒരു വേടന്റെയും വേടത്തിയുടെയും രൂപത്തിൽ ഭൂമിയിൽ ഈ പ്രദേശത്തെത്തി. 4 വേദങ്ങളും 4 നായ്ക്കളുടെ രൂപത്തിൽ ഭഗവാന്റെയും ദേവിയുടെയും ഒപ്പം വന്നു. തപസ്സിന് ഭംഗം വരുത്തിയ പന്നിയെ അർജുനൻ അമ്പെയ്തു. തൽക്ഷണം ആ പന്നി ഓടി കാട്ടിനുള്ളിൽ മറഞ്ഞു. പന്നിയെ തിരക്കി ഉൾക്കാട്ടിലെത്തിയ അർജുനൻ പന്നിയുടെ മേൽ 2 അമ്പ് തറച്ചിരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു. പന്നിക്കടുത്തായി വേടനും ഭാര്യയും നിന്നിരുന്നു. പന്നിയെ വീഴ്ത്തിയത് ഞാൻ, അതിനാൽ ഈ പന്നി എനിക്ക് സ്വന്തം എന്ന് വേടനും, അതല്ല താനാണ് പന്നിയെ കൊന്നതെന്ന് അർജുനനും വാദിച്ചു. തർക്കം ഒരു ഘട്ടത്തിൽ പരസ്പരമുള്ള വിൽപോരായി മാറി. ഷണ്ടയിൽ അർജുനൻ അഗ്നിദേവനിൽ നിന്നും ലഭിച്ച ദിവ്യാസ്ത്രം വേടനുമേൽ എയ്തു. വേടൻ അത് നിഷ്പ്രയാസം പിടിച്ചെടുത്ത് ഒടിച്ചുകളഞ്ഞു. ഇത് കണ്ട് കുപിതനായ അർജുനൻ ഉടഞ്ഞുകിടന്ന അമ്പെടുത്ത് വേടന്റെ തലയിലടിച്ചു. ആ അടി ഭൂവിലകിലുള്ള സകല ചരാചരങ്ങൾക്കും കിട്ടി. വേടത്തിയായ പാർവതി ദേവിക്ക് ഇത് കണ്ട് കോപമടക്കാനായില്ല. ഭഗവാൻ ഉമയോട് ദേവി ലോകമാതാവ്, ദേവി കോപിച്ചാൽ ഈ ഉലകത്തിന് താങ്ങാനാവില്ല എന്ന് സമാധാനപ്പെടുത്തി സദ്ഗുണനായകി എന്ന് വിളിച്ചു. വേടനായ ശിവഭഗവാൻ അർജുനനെ തന്റെ തിരുവടിയാൽ തൂക്കി മേലോട്ടെറിഞ്ഞു. ആകാശത്തേക്ക് ഉയർന്ന അർജുനന് താൻ പോരിട്ട വേടൻ സാധാരണക്കാരനല്ല എന്ന് മനസ്സിലായി മനമുരുകി ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. ശിവപാദ ദീക്ഷ കിട്ടിയ അർജുനന് കീഴെ വീഴുമ്പോൾ പരുക്ക് പറ്റാതിരിക്കാൻ മാതാവിന്റെ കൃപയോടെ ദേവി താഴെ ഒരു തീർത്ഥം സൃഷ്ടിച്ചു. അതാണ് ക്ഷേത്രത്തിലെ കൃപാതീർത്ഥം. അർജുനൻ കൂപ്പുകൈകളോടെ കൃപാതീർത്ഥത്തിൽ വന്നു വീണു. തന്റെ തെറ്റ് മനസ്സിലാക്കിയ അർജുനന് ശിവഭഗവാനും പാർവതി ദേവിയും ദർശനം കൊടുത്ത് പാശുപതാസ്ത്രവും സമ്മാനിച്ചു എന്നാണ് കഥ. അർജുനനോട് ഈശൻ പോർ നടത്തിയതിനാൽ ഈ പ്രദേശം തിരുവേട്കളം എന്നും ഭഗവാൻ അർജുനന് പാശുപതാസ്ത്രം കൊടുത്തതിനാൽ ഇവിടെ മൂലവരുടെ നാമം പാശുപതേശ്വരർ എന്നുമായി മാറി. ഈ ഐതിഹ്യത്തെ സാധൂകരിക്കുന്ന തരത്തിൽ ശിവഭഗവാനും അർജുനനും ശണ്ട പിടിച്ച ഇടം ഈശൻ പോർവെളി, അർജുനനെ ഭഗവാൻ തൂക്കിയെറിഞ്ഞ ഇടം നക്കർ ഉഗന്തകുടി, അർജുനന്റെ വില്ല് ഉടഞ്ഞ ഇടം വില്ലുരുത്താൻ കുട്ടെ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അതിപുരാതനമായ 3 നില രാജഗോപുരത്തോടെ 2000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന പാശുപതേശ്വരർ തിരുക്കോവിൽ പല്ലവ മന്നന്മാർ പുനർനിർമ്മാണം ചെയ്തിരിക്കാമെന്നാണ് അനുമാനം. നാട്ടുകോട്ടെ നഗരത്താറുകളാണ് ഇപ്പോൾ ക്ഷേത്രം പരിപാലിക്കുന്നത്. രാജഗോപുരം കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ വലിയൊരു നാഗലിംഗമരം. ക്ഷേത്രത്തിന് എതിരിൽ 4 ഭാഗത്തും പടിക്കെട്ടുകളോടെ ക്ഷേത്രതീർത്ഥം. മുഖമണ്ഡപത്തിൽ ധ്വജസ്തംഭം, ബലിപീഠം, നന്ദി ഭഗവാൻ. പ്രധാന സന്നിധിയിൽ ശ്രീപരമേശ്വരൻ പാശുപതേശ്വരർ എന്ന നാമത്തോടെ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഐതിഹ്യപ്രകാരം അർജുനൻ വില്ലുകൊണ്ടടിച്ച തഴമ്പ് ശിവലിംഗത്തിന്റെ ശിരസിലുണ്ട്. ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ക്ഷേത്രമാണിത്. സംസാര വൈകല്യങ്ങളുള്ളവർ ഈ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്ത് പ്രസാദമായി തരുന്ന മണ്ണുരുണ്ട സേവിച്ചാൽ അസുഖം വേഗം ഗുണമാവുമെന്നാണ് വിശ്വാസം. മുള പുണർദം നക്ഷത്രക്കാരുമായി സംബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പുണർദം നക്ഷത്രക്കാർ ഈ ക്ഷേത്രം സന്ദർശിച്ചു പ്രാർത്ഥിക്കുന്നത് നല്ലത്.
ദേവി ശ്രീപാർവതി, സദ്ഗുണാംബൾ, നല്ല നായികി, കൃപാനായികി എന്നീ നാമങ്ങളിൽ 4 കരങ്ങളോടെ കരങ്ങളിൽ താമരയും നീലോൽപല മലരുമായി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പ്രത്യേകം സന്നിധിയിൽ അരുൾപാലിക്കുന്നു. ദേവിക്ക് മുൻവശത്ത് വാഹനമായി നന്ദിയാണ്. ദേവി സന്നിധിക്ക് മുൻവശത്തുള്ള മണ്ഡപത്തിന്റെ തൂണുകളിൽ അർജുനന് പാശുപതാസ്ത്രം ലഭിച്ച ഐതിഹ്യം ശില്പരൂപത്തിലുണ്ട്. പ്രകാരങ്ങളിൽ സിദ്ധിവിനായകർ, സോമസ്കന്ദർ, നാൽവർ, സ്വക്കനാഥർ മീനാക്ഷി, വള്ളിദേവയാനി സമേത മുരുകൻ, മഹാലക്ഷ്മി, നവഗ്രഹങ്ങൾ, ഭൈരവർ, ചണ്ഡികേശ്വരർ, നടരാജർ ശിവഗാമി, ചന്ദ്രൻ, സൂര്യൻ, നർത്തന ഗണപതി, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, ബ്രഹ്മാവ്, ദുർഗ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുണ്ട്. വേറൊരു സന്നിധിയിൽ ഉത്സവമൂർത്തികൾ. പാശുപതാസ്ത്രം ഏന്തിയ കിരാതമൂർത്തിയുടേതും അർജുനന്റേതും വിഗ്രഹങ്ങൾ പഴയകാലത്ത് ക്ഷേത്രകുളത്തിൽ നിന്നും ലഭിച്ചതായി പറയപ്പെടുന്നു. ക്ഷേത്രവൃക്ഷം മുള. ക്ഷേത്രതീർത്ഥം കൃപാതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ചിത്ര ബ്രഹ്മോത്സവം, വൈകാശി വിശാഖം, ആണിത്തിരുമഞ്ജനം, മഹാശിവരാത്രി, വിനായക ചതുർത്ഥി, നവരാത്രി, പങ്കുനി ഉത്രം, ദീപാവലി, പൊങ്കൽ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. പൂജാ സമയം രാവിലെ 6:30 മണി മുതൽ 11:30 മണി വരെ, വൈകുന്നേരം 5:30 മണി മുതൽ 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ചിദംബരത്ത് നിന്ന് 5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചിദംബരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.